നമ്മുടെ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പൊ ആരായിരിക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരാൻ? ആര് വരണം? പിണറായി വിജയൻ മതി. പിണറായി വിജയൻ എന്താ കുഴപ്പം? ഇതും പിണറായി വിജയൻ വരുമെന്നാണ്. പിണറായി വിജയൻ തന്നെയായിരിക്കും. 2026 നമ്മുടെ അടുത്ത ഇലക്ഷൻ നമുക്ക് അടുത്ത് വരാറായിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നോക്കിക്കാണുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അടുത്ത മുഖ്യമന്ത്രി അല്ലെങ്കിൽ അടുത്ത ഭരണം ആരുടെ കൂടെ ആയിരിക്കും ജനങ്ങൾ നിൽക്കുക, ഈ ഒരു ഭരണം തന്നെ ആയിരിക്കുമോ ഇനിയും തുടർന്ന് പോവുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജനങ്ങളാണെങ്കിലും ഇപ്പൊ തന്നെ നമ്മൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും ഭൂരിപക്ഷം പറയുന്നതും പിണറായി തന്നെ വീണ്ടും അതാണ് അവരുടെ താല്പര്യം എന്ന രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്ന്. പക്ഷെ അതിനകത്തും പലവരാണെങ്കിലും എതിർത്ത് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം പിണറായി തന്നെ ഇനി വരാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പൊ 2 പ്രാവശ്യമായിട്ടും ഭരണം അവരുടെ കയ്യിൽ തന്നെയാണ്. തികച്ചും ഒന്നും തന്നെ കേരളത്തിനാണെങ്കിലും തന്നെ തികച്ചും ഒരു മാറ്റവും തന്നെ വന്നിട്ടില്ല എന്ന് തന്നെ അവർ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യം അല്ലേ. അതെ, തുടർച്ചയായിട്ടുള്ള 10 വർഷം, ആ ഒരു 10 വർഷത്തിനുള്ളിൽ എന്താണ് കേരളത്തിന് പുരോഗതി, അവര് ഇതുവരെ ഉള്ളതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാഗ്ദാനങ്ങളെല്ലാം നൽകാൻ കഴിഞ്ഞു എന്നതൊക്കെ പറയുന്നത് വളരെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുവരെ ഇത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്നിട്ടും ആളുകൾക്ക് എന്തുകൊണ്ട് പിണറായി തന്നെ മതി എന്ന് പറയുന്നത് അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ പാർട്ടിയുടെ ഇടയിലും ഇപ്പോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളും ആ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ UDF തന്നെ ആണെങ്കിലും അതിൻ്റെ ഇടയിൽ തന്നെ ഈ VD സതീശനായാലും ചെന്നിത്തലയായാലും മറ്റു ശശി തരൂരായാലും അവർ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലാതെ അവർ തമ്മിലൊരു മത്സരം നടക്കുന്ന പാർട്ടിക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ പൊതുവേ എന്ന് പറഞ്ഞാൽ തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ കുറച്ചായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് അത് ഇനി വരുന്ന ഒരു ഇലക്ഷൻ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത് കേരളത്തിൽ എന്തായാലും BJPക്ക് ഒരു സ്ഥാനവും ഇല്ല എന്ന് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നത്തേൽ ഒരെണ്ണം പറയാനുള്ളത് ആകെ കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് മാത്രമാണ് ഒരു പിന്തുണ കിട്ടിയിരുന്നത്. അതിനിയിപ്പോ അടുത്ത 2026 നിയമസഭാ ഇലക്ഷനിൽ അതും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നായാലും ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ ആളൊന്നും ചെയ്യാത്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പല വാക്കുകളും തന്നെ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിൽ തന്നെ ഒരുപാട് പ്രചരിപ്പിച്ചൊരു കാര്യം തന്നെയായിരുന്നു. അദ്ദേഹം മതപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തി എന്നുള്ളത് BJP എന്ന നേതാവിന്റെ ഉത്തമമായ ഉദാഹരണമാണ് അദ്ദേഹം അവിടെ കാണിച്ചു വെച്ചത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയുള്ള മുഖ്യമന്ത്രി എന്നുള്ളത് ഭയങ്കര നിർണായകമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം പോസിബിലിറ്റീസ് കൂടുതലായിട്ടും പിണറായി വിജയൻ എന്ന് പല ജനങ്ങളെല്ലാവരും പറയുമ്പോഴും പക്ഷെ ആ പറയുന്ന ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും പാർട്ടി അനുഭാവികളാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പാർട്ടിയിലൊരു ആളാണെങ്കിലും അല്ലെങ്കിൽ CPM-ലാണെങ്കിലും ഇപ്പൊ ജനങ്ങൾക്ക് എന്ന് പറയുന്നത് പാർട്ടി എന്നുള്ളൊരു കാര്യത്തോട് വിശ്വാസത നഷ്ടപ്പെട്ടിരിക്കുന്നു. ചിലരൊക്കെ നമ്മളിപ്പോ സ്കൂളുകളിൽ നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ SFI കലാലയങ്ങൾ തൊട്ടേ അങ്ങനെ ഒരു പാർട്ടി ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ KSU അങ്ങനെ പ്രത്യേക പാർട്ടിയിലെ കുട്ടികൾ അങ്ങനെ വളർന്നു വരിക. അപ്പൊ അവർക്ക് എത്രത്തോളം ആ ഒരു പാർട്ടിയുടെ ആ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് അവർ അറിയുന്നില്ല. അതിന്റെ ആ ഒരു പുറമോടി മാത്രം കണ്ടിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടുന്നവരാണ് പിന്നീട് ഈ ഒരു പാർട്ടിയിൽ തന്നെ നിൽക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ പോയ സാഹചര്യത്തിൽ തന്നെ പല വിദ്യാർത്ഥികളാണെങ്കിലും തന്നെ കോളേജിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളാണെങ്കിലും കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത് എനിക്ക് പാർട്ടിയാണെങ്കിൽ പാർട്ടിയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഭരണം കൊണ്ട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയം വ്യക്തിപരമായി വേണമെന്ന് ഞങ്ങൾക്ക് ഗൗരവമായി തോന്നിയിട്ടില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അതെന്താന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്, രൂക്ഷമായ പ്രശ്നം കൂടിയാണ്. ഇപ്പൊ ചിലരും അങ്ങനെ മാറി ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ആര് വന്നാലും പ്രശ്നമില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകും. കാരണം അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഏതൊരു പാർട്ടി വന്നാലും പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ ഈ ഭരണത്തിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതിനുശേഷം അത് പാലിക്കാതെ പോയ ഒരുപാട് പാർട്ടികളുണ്ട്. അതിപ്പം നമ്മളിപ്പോ പിണറായി സർക്കാരിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. ഈ 10 വർഷത്തിനിടയിൽ എന്താണ് എടുത്ത് കാണിക്കാൻ ഒരൊറ്റ കാര്യം ഇപ്പൊ
നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ കൂടുതലായിട്ട് കുറ്റകൃത്യങ്ങൾ നടക്കാൻ തുടങ്ങി. ഒരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല. ഒറ്റ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം എന്താ ഇപ്പൊ കുറ്റകൃത്യങ്ങളാണ് ദിവസം തോറും ഒരു തരത്തിലുള്ള ഇപ്പം ഡ്രഗ്സിന്റെ ഉപയോഗമാണെങ്കിലും മറ്റു എന്തിന്റെ ഉപയോഗമാണെങ്കിലും കൂട്ടക്കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അത് കുടുംബത്തിലും കൂടി സ്വസ്ഥത ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന സമൂഹം. പിന്നെ അത് മാത്രമല്ല കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ ബിവറേജുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഔട്ട്ലെറ്റുകൾ വരാൻ പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് എന്ത് വേണം അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയുന്നവരാണ് ഒരു പങ്കാളി അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ട് വരേണ്ടത്. എന്നിട്ട് അവര് തന്നെ ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെയൊക്കെ ചില ആൾക്കാർ നമ്മളിപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാതെ അസാധുവായി കളയുന്നത്. കാരണം അത്രേ ഉള്ളൂ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മുടെ ജനാധിപത്യമായിട്ടുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അത്രേ ഉള്ളൂ വില കൽപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളിപ്പോ അടിക്കടി പറയുമല്ലോ, ഇവിടെ ഇപ്പൊ കൗമാരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ യവനത്തിലുള്ള ആൾക്കാരുമില്ല, എല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. തൊഴിലില്ലായ്മയാണ്, പല ആത്മഹത്യക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം, ചെറിയ 10,000-50,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തവർ ആത്മഹത്യ ചെയ്യുന്നു. കോടികളോളം പണം എടുത്തിട്ടും നന്നായിട്ട് വിലസി നടക്കുന്നവർ ഇപ്പോഴും ഇവിടെയുണ്ട്. അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല. അത്തരത്തിലൊരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ ജനങ്ങളുടെ ആവശ്യം എന്തെന്നറിഞ്ഞ് നമുക്ക് അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭരണാധികാരികളും എല്ലാം തന്നെ ഇരിക്കുന്നത് തന്നെ. ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അനാവശ്യപരമായിട്ടുള്ള ഒരുപാട് ചെലവുകളും സംഭവിക്കുന്നുണ്ട്. എന്തിനാണ് ഒരു മുഖ്യമന്ത്രിക്കാണെങ്കിലും ഒരു മന്ത്രിക്കാണെങ്കിലും ഇത്രയും അകമ്പടിയോട് കൂടി എസ്കോർട്ടും ഇത്രയും പോലീസുകാരുടെ ആവശ്യം എന്തിനാണ്? നമ്മുടെ ഇടയിൽ നിന്ന് ഒരു ആളാണത് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നതും. അതെ, അതുപോലെ തന്നെ അവരെ തന്നെയാണ് നമുക്ക് മാതൃകയാവേണ്ടത്. പലരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എല്ലാവരും നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസിനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് പുറം രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആരോഗ്യത്തിന്റെ കാര്യങ്ങളായാലും എല്ലാത്തിനും അവർ പുറം രാജ്യങ്ങളാണ് ആശ്രയിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് മാത്രം ഇവിടുത്തെ സൗകര്യങ്ങൾ കൊടുത്താൽ മതി എന്നാണോ? ഇവിടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾ സന്തുഷ്ടരല്ലേ? നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലേ? അതുകൊണ്ടാണോ പുറത്തു പോയിട്ട് പുറം രാജ്യങ്ങളിൽ പോയി ചികിത്സ നേടുന്ന ഒരു സമ്പ്രദായം കൂടി ഉണ്ട് ഇപ്പൊ? അത് നമുക്ക് വഴി കാണിച്ച അല്ലെങ്കിൽ ഇവിടെയാണ് പുരോഗതി വേണ്ടതെന്ന് പറയുന്ന ആ പ്രതിനിധികൾ തന്നെയാണ് ഇങ്ങനെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ഈ സർക്കാർ ആശുപത്രി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവിടെ പോയി ആ ഒരു ഫെസിലിറ്റീസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി വർദ്ധിപ്പിക്കണം, അവിടെ എന്തൊക്കെയാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാം നല്ലതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? ഇപ്പൊ ഈ ഇടയ്ക്കാണ് നമ്മുടെ ശശി തരൂരിന്റെ പേരൊക്കെ ഇതിനകത്ത് വന്നത്. കാരണം ഇനി കോൺഗ്രസിനെ ഉള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയാനുള്ളൂ. കാരണം ഈ ഒരു പാർട്ടിയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഭരണം തന്നെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തൊരവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇനിയിപ്പോ കേരളം ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 10 വർഷമായി വീണ്ടും ആ ഒരു തുടർഭരണം മാറി എന്താണ് ഇതിപ്പോ പാർട്ടിയിലെ ആൾക്കാരാണെങ്കിലും ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും ഇവര് മരിച്ചല്ലോ, ഇനിയൊരു മാറ്റം വരട്ടെ, എന്നാലേ ഒരു രാഷ്ട്രീയത്തിനാണെങ്കിലും ഭരിക്കാനാണെങ്കിലും ഇവർക്ക് ഒരു ചൂടുണ്ടാവുള്ളൂ. നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ 5 വർഷം കോൺഗ്രസ് ഭരിക്കുന്നു, 5 വർഷം LDF ഭരിക്കുന്നു, അങ്ങനെ ഒരു മാറ്റമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് അത് ബ്രേക്ക് ആവും. ഇങ്ങനെ 2 വർഷം അവർ 10 വർഷം മറ്റൊരു ഭരിക്കും. അങ്ങനെ ഒരു ബ്രേക്കിംഗ് വരുമ്പോഴാണ് നമ്മൾ പിന്നെയും അതിൽ നിന്ന് മാറി ചിന്തിക്കും. പക്ഷേ ഇതിന്റെ എന്തെല്ലാം ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. ഇവർ മാറി ഭരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. പിന്നെ പോസിബിലിറ്റീസിന്റെ കാര്യം പറയുമ്പോൾ ശശി തരൂരിനെ ഈ ഇടയ്ക്കായിട്ട് പരാമർശിച്ചു. കോൺഗ്രസിലാണെങ്കിൽ തന്നെ ശശി തരൂർ അങ്ങനെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്തി അദ്ദേഹം തനിക്കിനി മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നുള്ള ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. താൻ നിന്നാൽ മാത്രമേ കോൺഗ്രസിന് ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ, തന്നെ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാക്കണം, ആ ഒരു രീതിയിൽ സംസാരിച്ചു. ഇപ്പൊ നിയമസഭയിലാണെങ്കിലും ഇന്നലെ ഉണ്ടായ വാക്ക് തർക്കത്തിലാണെങ്കിലും തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസിൽ ഇങ്ങനെ ഒരു ശശി തരൂരിന്റെ പേര് പരാമർശിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയും ശശി തരൂരും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇവരൊരു തീരുമാനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പോസിബിലിറ്റി. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും എന്താണ് അവിടെ സംഭവിച്ചത്, അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, അടുത്ത മുഖ്യമന്ത്രിയാവും ഇനി ശശി തരൂർ തന്നെ ആയിരിക്കുമോ, അതോ ഇനി രാഹുൽ ഗാന്ധി ആണെങ്കിലും മറ്റു വേറെ വല്ല നേതാക്കളെയും പേര് പറയുമോ, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് VD സതീശൻ തന്നെ പറഞ്ഞത്, ഞാൻ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി ഇല്ല, നമ്മുടെ കോൺഗ്രസിൽ തന്നെ അതിന് യോഗ്യമായ പല നേതാക്കളും ഉണ്ട്. അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് കോൺഗ്രസിൽ പല നേതാക്കളും ഉണ്ട്. അതാണ് VD
സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെയാണെങ്കിൽ CPM-ലോട്ട് നമുക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ CPM-ൽ പറയുന്നത് ഒറ്റ വാക്കേ ഉള്ളൂ, പിണറായി വിജയൻ. അതിനപ്പുറത്തേക്ക് ഒരു നേതാവ് ഇനി ഇല്ല, അല്ലെങ്കിൽ അതിന് യോഗ്യതയായ ഒരു നേതാവ് ആ CPM-ൽ ഇല്ല എന്ന് തന്നെ ഇവര് തന്നെ അത് തന്ത്രപൂർവ്വം മാറ്റുന്ന കളികൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി പിണറായി വിജയൻ വരികയാണെങ്കിൽ തന്നെ, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം ഒരു പ്രശ്നമാണ്. കാരണം ഇത്ര പ്രായം എന്നുണ്ട്, ആ ഒരു പ്രായം ഭേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രി ആവാൻ അദ്ദേഹം തന്നെയാണെങ്കിലും ആ ഒരു നിയമത്തില് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അത് എന്തായാലും അവര് എല്ലാവർക്കും അവസരം കൊടുക്കണമെന്നാണല്ലോ. ഇപ്പൊ നമ്മള് അതില് ശൈലജ ടീച്ചറുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ള ഒരു നേതാവ് കൂടിയാണ്. കാരണം ജനങ്ങളെ അറിഞ്ഞ്, ജനങ്ങളുടെ വികാരം അറിഞ്ഞ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവ് കൂടിയാണ്. അതിപ്പോ നമുക്കൊരു പാർട്ടി നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം CPM-ന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിനിധിയാണ് അല്ലെങ്കിൽ ഒരു നേതാവാണ് എന്ന നിലയ്ക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളെ സേവിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും തന്നെ മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യതയുള്ളൊരു നേതാവ് കൂടിയായിരുന്നു. എല്ലാവരും സ്നേഹപൂർവ്വം ശൈലജ ടീച്ചർ എന്ന് വിളിക്കുന്നത്. അതെ, നല്ലൊരു ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു. പക്ഷെ കുതന്ത്രങ്ങളാണോ, പിണറായിയുടെ കുതന്ത്രങ്ങളാണോ എന്താണെന്ന് അറിയില്ല, ഒരു തന്ത്രത്തിലൂടെ ആ ഒരു മന്ത്രിസ്ഥാനം മാറ്റിയും ഇപ്പൊ മത്സരിച്ചിലൂടെ അതിൽ തോൽക്കുകയും ചെയ്തതോടെ ഒരു വിധത്തിൽ ആളുടെ ആ ഒരു ഇമേജ് ഇടിഞ്ഞെന്ന് നമുക്ക് പറയാം. ആൾക്കും ഇനി ഒരു മന്ത്രി ആവാനുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനം വഹിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു കൂടുതലായിട്ടും യുവാക്കൾ ഏറ്റവും കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ശശി തരൂർ വരണം എന്ന് കുറെ പേര് പറയുന്നുണ്ട്. ശശി തരൂർ വരണം, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് പല ഇപ്പൊ പാർട്ടികളിലാണെങ്കിൽ തന്നെ, കോൺഗ്രസിലാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേന്ദ്രത്തിലാണ്, സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികൾ, അദ്ദേഹം ഇത്രയും കാലം ഒരു നീണ്ട കാലയളവാണ് ഇപ്പൊ ഈ കോൺഗ്രസിലാണെങ്കിലും അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതും ഈ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് എല്ലാ പുസ്തകങ്ങളും, അതും രാഷ്ട്രീയപരമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും ആരും നോക്കുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു തിരുവനന്തപുരത്ത് MP ആയിട്ട് ജയിക്കാൻ പല ഘടകങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന് BJP-നെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ബാക്കിയുള്ള പാർട്ടിക്കാരും ആ ഒരു മുന്നണികളും കൂടി, ആ സംഘടനകളും കൂടി അദ്ദേഹത്തെ വിജയിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. മുസ്ലിം ലീഗ് ആയാലും അല്ലെങ്കിൽ മറ്റിത് ആൾക്കാരായാലും BJP-നെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഈ ഇദ്ദേഹത്തിനെ വിജയിപ്പിച്ചു എന്നും അവിടെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മാത്രം നിന്നാലേ ജയിക്കൂ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതുപോലെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് വന്നാൽ ജയിക്കും. പിന്നെ വേറൊരു സജഷൻ എന്ന് പറയുന്നത് യുവ നേതാവ് വരണം എന്നാണ്. ഇനിയെങ്കിലും ഒരു യുവ നേതാവ് വരണം. കാരണം ഇപ്പൊ എന്ന് വെച്ചാൽ കുറച്ച് പ്രായമുള്ള നേതാക്കളാണ് എല്ലാവരും. അപ്പോ അതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് യുവ നേതാക്കൾ വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം യുവാക്കളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആവശ്യം, ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെയാണ് വേണ്ടത്. പാർട്ടി എന്നതിലും അപ്പുറത്തേക്ക് ഒരു നേതാവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു രാഷ്ട്രീയത്തിനെ മാത്രം ഒരു തൊഴിലായി കാണുന്ന ആൾക്കാരല്ല വേണ്ടത്. മറ്റൊരു തൊഴില് ആൾക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ആ ഒരു സ്ഥാനത്തേക്ക് വരേണ്ടത്. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ഇല്ല എന്ന് തന്നെ നമുക്ക് വളരെ കൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരല്ല വേണ്ടത്. ആ ഒരു സ്ഥാനം വഹിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു യോഗ്യത ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നിയന്ത്രിക്കാൻ ആൾക്ക് കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല പ്രതിനിധികൾ, ജനത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകൾ വേണം ഇനി വരാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്നലത്തെ ഒരു നിയമസഭ ചർച്ചയ്ക്കിടയിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇങ്ങനെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കേസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പൊ അവർക്കെതിരെ ഇപ്പൊ VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്ന മറുപടിയുണ്ട്, എന്താണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? അതാണ് ചോദിക്കുന്നത്. അവരുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? കാരണം ഈ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനല്ലാതെ ഇതിനൊരു കൃത്യമായ നിയമ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുക, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് നമുക്കിടയിൽ പ്രശ്നം എന്ന് ഒരു അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പബ്ലിക് ഒപ്പീനിയൻ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ചെന്നപ്പോൾ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഈ അടുത്തൊരു മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും
ഏറ്റവും കൂടുതൽ അർഹയായ ഒരാൾ ആരായിരിക്കും? പാർട്ടി എന്ന ബേസിൽ നിന്ന് മാറ്റി ചിന്തിച്ച് നമ്മൾ പൊതുസമൂഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പുരോഗതിക്ക് വേണ്ടി ചെയ്യാൻ, പാർട്ടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാതെ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്ന, അതായത് ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാർ. അത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ശശി തരൂർ ഒരിക്കലും ഒരു പാർട്ടി എന്ന നേതാവ് എന്ന നിലയ്ക്കല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു BJP ചെയ്ത നല്ലൊരു കാര്യമുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ പ്രശംസിക്കാറുണ്ട്. അപ്പൊ അത് വേറൊരു രീതിയിലോട്ട് വളച്ചൊടിക്കാതെ അതിനി ശശി തരൂർ ഇനി BJP-യിലോട്ട് മാറും, അങ്ങനെയുള്ള ഒരുപാട് പ്രവചനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം ഇത്രയും കാലം ഒരു പാർട്ടിയിൽ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ഇനി മുഖ്യമന്ത്രി എന്നുള്ളൊരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം വേറൊരു വഴി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് പല പാർട്ടിക്കാരും അതിനെ വളച്ചൊടിച്ച് BJP-യിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് അത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ തികച്ചും അത് തെറ്റായ ഒരു ധാരണ തന്നെയാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെതായിട്ടുള്ള പ്രസംഗങ്ങൾ, എൻ്റെതായിട്ടുള്ള പുസ്തകങ്ങൾ, എൻ്റെതായ എഴുത്തിന്റെ ലോകത്തേക്ക് മാറുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്യും, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു നേതാവിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ആവശ്യം. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന പാർട്ടിയുമായി മുൻനിർത്തി അല്ലാതെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു മുഖ്യമന്ത്രി ഇനി ആരായിരിക്കും അല്ലെങ്കിൽ ആരാവണം എന്ന് തോന്നുന്നത്? അത് പാർട്ടി ബേസിലാവരുത്. അത് BJP ആണോ, കോൺഗ്രസ് ആണോ, CPM ആണോ, ഏതും ആയിക്കോട്ടെ. പക്ഷെ നല്ലൊരു നേതാവ്, അത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു നേതാവ്, ഇന്നൊരു നേതാവ് വന്നാലേ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കൂ എന്ന് തോന്നുന്ന നേതാവ് ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴത്ത് ഒരു കമന്റ് അടിക്കുക അല്ലേ? അതെ, തീർച്ചയായിട്ടും.